ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മീൻ ഫ്ലേവേഴ്സ് ഫോർ യു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രോൺസ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ മസാലയാണ്. കൂടുതൽ ഓണിയൻസോ ടൊമാറ്റോസോ ഒന്നും ചേർക്കാത്ത കുറച്ച് സോസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ളൊരു സിമ്പിൾ പ്രോൺസ് മസാലയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ചെറിയ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനൊരു പാന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാകുമ്പോൾ ഞാൻ ഇതിലിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ഗാർലിക്കും ജിഞ്ചറും ഗ്രീൻ ചില്ലിയും ചെറുതായി ചോപ്പ് ചെയ്തതോടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഓയിലിട്ട് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ റോ സ്മെല്ലൊക്കെ മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് പ്രോൺസ് ചേർത്ത് കൊടുക്കണം. ഇതൊരു 250 ഗ്രാം പ്രോൺസ് ഉണ്ട്. നന്നായിട്ട് കഴുകി പെപ്പർ പൗഡറും സോൾട്ടോടെ മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തൊരു 10 മിനിറ്റ് വെച്ച പ്രോൺസാണ്. ഇതുകൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ പ്രോൺസിൻ്റെ ഒരു സൈഡ് കുക്കായി വരട്ടെ. അപ്പോൾ നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് കുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ പ്രോൺസിൻ്റെ 2 സൈഡും കുക്കായിട്ടുണ്ട്. ഇനി ഒരു 1 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. പ്രോൺസ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ പ്രോൺസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും 1.5 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസും 1 ടീസ്പൂൺ സോയ സോസും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പ്രോൺസിൽ ഈ സോസ് നന്നായിട്ട് കോട്ടാവണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ കോൺഫ്ലവർ നമ്മുടെ പ്രോൺസിൽ നന്നായിട്ട് കോട്ടാവണം. ഞാൻ പ്രോൺസ് മാരിനേറ്റ് ചെയ്തപ്പോൾ സോൾട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സോസിലും സോൾട്ടുള്ള കാരണം ഞാൻ എക്സ്ട്രാ സോൾട്ട് ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചെക്ക് ചെയ്തിട്ട് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഡ്രൈ മീൻ ലീവ്സ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ പ്രോൺസ് മസാല റെഡി ആയിട്ടുണ്ട്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പ്രോൺസ് മസാലയാണ്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.